റിയൽ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തയ്യൽ മെഷീൻ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ വർഷങ്ങളോളം പഴകും. അതായത് നീഡിലിൽ നിന്ന് വരുന്ന നൂലും ബോങ്കൈസിൽ നിന്ന് വരുന്ന നൂലും ഒരേ വലിവായിരിക്കണം. എങ്കിൽ മാത്രമേ സ്റ്റിച്ചിങ് ക്ലിയർ ആകൂ. അതായത് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് നൂല് ഇളകി വീണാൽ സ്റ്റിച്ചിങ് ക്ലിയർ ആകില്ല. അപ്പോൾ രണ്ട് സൈഡിലെ നൂല് ഒരേ വലിവിൽ നിൽക്കണം. അതുപോലെ തന്നെ മെഷീൻ്റെ എല്ലാ ഹോളിലും എണ്ണ, അതായത് ഓയിൽ ഇട്ട് കൊടുക്കണം, നന്നായി ലൂബ്രിക്കേഷൻ നടക്കുവാൻ വേണ്ടി. മെഷീൻ്റെ കംപ്ലീറ്റ് കവറും കാസ്റ്റ് അയൺ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. തുരുമ്പെടുക്കാൻ സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ തയ്യൽ മെഷീന് കൂടുതലായി തേയ്മാനം ഉണ്ടാകാൻ സാധ്യത കുറവാണ്. മെയിനായിട്ടുള്ള പ്രോബ്ലം ഈ സ്റ്റിച്ചിങ് ക്ലിയർ ആകാതെ ഇരിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തിനുള്ളിൽ നമുക്കിത് മനസ്സിലാകും. ഏത് സൈഡിൽ നിന്നാണ് തയ്യൽ ക്ലിയർ ആകാത്തതെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാം. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തയ്ച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാതെ വർഷങ്ങളോളം മെഷീൻ ലാസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ചെറിയ കാണിയാണ് നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ കാണിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. വലിയ കാണിയാകുമ്പോൾ വലിയ കാണിയിൽ. ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ഒരു സിസ്റ്റം കൂടി ഈ മെഷീനകത്തുണ്ട്. അത് നമ്മളെല്ലാം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാന്നുണ്ടെങ്കിൽ മെഷീൻ വർഷങ്ങളോളം ലാസ്റ്റ് ചെയ്യും.